ചോദിക്കില്ല, ഞങ്ങൾ ചോദിക്കും. ഞങ്ങളോടൊരു വിവരക്കേട് പറഞ്ഞാൽ ഞങ്ങൾ വിടുവോ? നിങ്ങൾ എന്ത് വിവരക്കേട് പറഞ്ഞാലും നിങ്ങൾക്ക് സ്വതന്ത്രം. നിങ്ങൾക്കറിയാം ലോകത്തെ ഏറ്റവും വിവരം കെട്ട വർഗ്ഗാണ് ഞങ്ങളെ ഫോളോ ചെയ്യുന്ന ഉസ്താദ്മാരെ നിങ്ങൾക്കറിയാം. അതല്ല, നിങ്ങളുടെ അറിവിലെ ഏറ്റവും വലിയ അറിവെന്താ? ഞങ്ങളുടെ കൗമിൽ ഒരു വിവരവുമില്ല. പെരിച്ചായി തിന്ന തലച്ചോറുമായിട്ടാണ് ആ കൗമി ജീവിക്കുന്നതെന്ന് അവർക്കറിയാം. അതുകൊണ്ട് എന്ത് വിവരക്കേടും നിങ്ങൾ എഴുന്നള്ളിക്കാം. പക്ഷെ ഒരു കാര്യം, സ്വർണം വെള്ളിയും കൂട്ടിവെച്ചോ, കൊട്ടാര സമാനമായ വീടുണ്ടാക്കിക്കോ. വലിയ വലിയ ഈ പ്രഭാഷകരുണ്ടല്ലോ, 3 കോടിയുടെ വീടുണ്ടാക്കി, 4 കോടിയുടെ വീടുണ്ടാക്കണേ. എന്താ കാരണം? ഞാൻ വിശദമായി അങ്ങോട്ട് വരുന്നുണ്ട്. സഹോദര, 9-ാം അധ്യായം 34-ാമത്തെ വചന. ജനങ്ങളെ ദീനിന്ന് തെറ്റിച്ചാലേ വിദേഹത്ത് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. വിദേഹത്ത് വെച്ച് പണം ഉണ്ടാക്കണമെങ്കിൽ സുന്നത്ത് തെറ്റണം. അതുകൊണ്ട് സുന്നത്ത് എന്താന്ന് പഠിപ്പിക്കില്ല. അതുകൊണ്ടാണ് ഞാൻ പറയുന്ന വാചകം ഒന്നുകൂടി കേട്ടോട്ടോ. അള്ളാഹുവിലേക്ക്, അള്ളാഹ് അവതരിപ്പിച്ച ഖുർആനിലേക്ക് വാ, റസൂലിലേക്ക് വാ എന്ന് പറഞ്ഞാൽ അവരെന്താ പറയാ? ഖാലു, അവര് പറയും. ഞാൻ പറയാ കേട്ടോ, അള്ളാഹ് പറയാ ഖാലുമാ, നോക്കൂ, അവര് പറയും ഹസ്ബുനാ മാ വജദ്നാ അലൈഹി ആബാഅനാ. ഞങ്ങളുടെ പിതാക്കന്മാർ സീമടവൂര് മരിച്ചിട്ട് 35 കൊല്ലമായിട്ടേ ഉള്ളൂ. ഇന്ന് മുമ്പ് ആരായി? മാലിക്കുൽ മുലൂക്കായി. ഞങ്ങൾ കളിപ്പിക്കും, അദ്ദേഹം മാലിക്കുൽ മുലൂക്കാണ്. ഒരു ദജ്ജാല് പാടുകയാണ്, വെളുമ്പാറ്റനെ പോലെ ഒരു സാധനം, നെടുഞ്ചുലി പറലിന്റെ ഒരു സാധനം. മുയ്യന്മാരുണ്ടാക്കിയ ജന്മത്തിന്റെ പേരാ അത്. ആ ജന്മൊക്കെ പാടുന്നെന്നറിയോ? മാലിക്കുൽ മുലൂക്കായ സീമടവൂരെ, ലോകത്തെ നിയന്ത്രിക്കുന്ന സീമടവൂരെ, അറിഷിന്റെ ഉടമയായ സീമടവൂരെ. എന്നാലും നിങ്ങൾക്ക് നേരം എടുക്കൂല. കാരണം എന്തറിയോ? ലോകത്തിൽ ബുദ്ധി വർക്ക് ചെയ്യാത്ത ഒറ്റ ജനത ഉണ്ടായിട്ടുള്ളൂ. അത് കേരളത്തിൽ പറഞ്ഞ സമസ്ത കൂടാരമാണ്. അത് പറയാൻ എനിക്ക് മടിയില്ല.